എക്സലൻറ്റ് ക്യാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ കസ്റ്റം നമ്പർ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് സംഖ്യകൾക്ക് മുന്നിലോ പിന്നിലോ നമ്മൾക്ക് ആവശ്യമുള്ള സഫിക്സ് അല്ലെങ്കിൽ പ്രിഫിക്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഉദാഹരണത്തിന് ഈ കാണുന്നൊരു സെല്ല് F3 എന്ന സെല്ലിലെ കണ്ടൻറ്റ് നോക്കിയാൽ 2354 എന്ന നമ്പറാണ്. പക്ഷേ F3 എന്ന സെല്ല് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി നോക്കുക. ₹2354. F4 എന്ന സെല്ല് വീണ്ടും 1297 എന്ന നമ്പറിനെ F4 എന്ന സെല്ല് 1297 റുപ്പീസ് എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. F6 എന്ന സെല്ല് നോക്കുക. 1,11,492 എന്ന സംഖ്യയെ 111 കിലോ എന്നാണ് F6 എന്ന സെല്ല് ഡിസ്പ്ലേ ചെയ്യുന്നത്. വീണ്ടും F8 എന്ന സെല്ല് 9,41,15,070 എന്ന സംഖ്യയെ 94 മില്യൺ എന്നാണ് F8 എന്ന സെല്ല് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ രീതിയിൽ കസ്റ്റം നമ്പർ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് സെല്ലുകളിലെ ഡേറ്റ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കാം. ആദ്യം B2 എന്ന ഈ ഒരു സെല്ല് 1356 എന്ന നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് ₹1356 എന്ന രീതിയിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് B2 എന്ന സെല്ല് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് സെൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സിൽ നമ്പർ എന്ന ടാബിൽ കാറ്റഗറി എന്ന ലേബലിന് താഴെ കസ്റ്റം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ടൈപ്പ് എന്ന ലേബലിന് താഴെ ഈ കാണുന്നൊരു ഇൻപുട്ട് ബോക്സിൽ 1356 എന്ന നമ്പറിന് മുമ്പിലായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ഡബിൾ കോട്ട്സിനുള്ളിൽ സ്പെസിഫൈ ചെയ്യുക. നമുക്കിവിടെ റുപ്പീസ് എന്ന ടെക്സ്റ്റാണ് 1356 എന്ന നമ്പറിന് മുമ്പിലായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് റുപ്പീസ് സ്പേസ് ഡബിൾ കോട്ട്സ്. ഇവിടെ B2 എന്ന സെല്ല് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്ന ഡേറ്റയുടെ പ്രിവ്യൂ കാണാം. റുപ്പീസിന് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി 1356 എന്ന നമ്പറിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ₹1356. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ B2 എന്ന സെല്ലിലെ ഡേറ്റയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ B2 എന്ന സെല്ല് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി മാറി. ₹1356. ഈ ഒരു ഫോമാറ്റ് ബാക്കിയുള്ള സെല്ലുകളിലേക്ക്, അതായത് താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഫോമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. മറ്റൊരു ഉദാഹരണം നോക്കാം. 1297 എന്ന ഈ ഒരു നമ്പറിനെ 1297 റുപ്പീസ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്, കസ്റ്റം, ഇൻപുട്ട് ബോക്സിൽ ഈ കേസിൽ നമ്പറിനെയാണ് ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഹാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്പറിന് ശേഷം ഡിസ്പ്ലേ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഡബിൾ കോട്ട്സ് സ്പേസ് റുപ്പീസ് ഡബിൾ കോട്ട്സ് 1297 റുപ്പീസ്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ C2 എന്ന സെല്ല് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി മാറി. കണ്ടൻറ്റ് 1297 തന്നെയാണ്. താഴെയുള്ള സെല്ലുകളിലേക്ക് ഈ ഒരു ഫോമാറ്റ് കോപ്പി ചെയ്യാനായിട്ട് ഫോമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുക. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. 1119 എന്ന നമ്പറിനെ ഈ രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് റുപ്പീസ് സ്പേസ് ഒന്നിന് ശേഷം ഒരു കോമ കാണാം. അതായത് 1000ൻ്റെ സ്ഥാനത്തിന് സെപ്പറേറ്റ് ചെയ്യാനാണ് ഈ ഒരു കോമ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ഈ കാണുന്ന സെല്ലുകളിലെ ഡേറ്റയെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്, കസ്റ്റം, ഇൻപുട്ട് ബോക്സിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ RS ഡോട്ട് സ്പേസ് ഡബിൾ കോട്ട്സ്. ഡേറ്റ പ്രിവ്യൂവിൽ നോക്കിയാൽ RS ഡോട്ട് സ്പേസ് എന്ന ടെക്സ്റ്റ് വന്നു. ഇനി നമ്പറിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഹാഷ് 1119 എന്ന നമ്പറും വന്നു. ഇനി 1000നെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കോമ ഹാഷ് എന്ന് 3 തവണ ടൈപ്പ് ചെയ്യുക. RS ഡോട്ട് സ്പേസ് 1,119. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന സെല്ലുകളിലെല്ലാം ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി മാറി. ഇനി സംഖ്യകളെ
ആയിരങ്ങളിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന B2 എന്ന സെല്ലിൽ 1,12,492 എന്ന സംഖ്യയെ 112 കിലോ, അതായത് ആയിരങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് B2 എന്ന സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോമാറ്റ് സെൽസ്, കസ്റ്റം, ഇൻപുട്ട് ബോക്സിൽ ഹാഷ്, കോമ, ഡേറ്റ പ്രിവ്യൂവിൽ അവസാനത്തെ 3 അക്കങ്ങൾ പോയത് കാണാം. കസ്റ്റം നമ്പർ ഫോമാറ്റിങ്ങിൽ ആയിരങ്ങളെ റീപ്ലേസ് ചെയ്യാനാണ് കോമ എന്ന സിമ്പിൾ ഉപയോഗിക്കുക. ഇനി ഡബിൾ കോട്ട്സിനുള്ളിൽ 112-ന് ശേഷം ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഡബിൾ കോട്ട്സ് സ്പേസ് കിലോ ഡബിൾ കോട്ട്സ്. ഡേറ്റ പ്രിവ്യൂവിൽ 112 കിലോ എന്ന് കാണാം. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ B2 എന്ന സെല്ല് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി മാറി. 1,12,492 എന്ന സംഖ്യയെ 112 കിലോ എന്നാണ് B2 എന്ന സെല്ല് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഈ ഫോമാറ്റ് താഴത്തെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഫോമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുക. ഒന്നുകൂടെ നോക്കാം. ഈ കാണുന്ന സെല്ലുകളിലെ ഡേറ്റയെ ആയിരങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്, കസ്റ്റം, ഇൻപുട്ട് ബോക്സിൽ ഹാഷ്, തൗസൻഡ്സ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കോമ, ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്പറിന് ശേഷം ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ഡബിൾ കോട്ട്സ് സ്പേസ് കെ സ്പേസ് വ്യൂസ് ഡബിൾ കോട്ട്സ്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന സെല്ലുകളിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി മാറി. ഇനി സംഖ്യകളെ മില്യൺസിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന സെല്ലുകളിലെ ഡേറ്റയെ മില്യൺസിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്, കസ്റ്റം, ഇൻപുട്ട് ബോക്സിൽ ഹാഷ്, തൗസൻഡ്സിന് സെപ്പറേറ്റ് ചെയ്യാൻ കോമ, അവസാനത്തെ 3 സീറോസ് പോയത് കാണാം. വീണ്ടും ഒരു കോമ കൂടി, വീണ്ടും 3 സീറോസ് കൂടെ പോയി. ഇനി 112-ന് ശേഷം ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ഡബിൾ കോട്ട്സ് സ്പേസ് എം ഡബിൾ കോട്ട്സ്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന സെല്ലുകളെല്ലാം തന്നെ ആ സെല്ലുകളിലുള്ള സംഖ്യകളെ മില്യൺസിൽ ഡിസ്പ്ലേ ചെയ്തു. കുറച്ചുകൂടെ വലിയ സംഖ്യ ഉപയോഗിച്ചുള്ള മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോമാറ്റ് സെൽസ്, കസ്റ്റം, ഇൻപുട്ട് ബോക്സിനുള്ളിൽ ഹാഷ്, കോമ, ഹാഷ്, കോമ, കോമ, ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്പറിന് ശേഷം ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന ടെക്സ്റ്റ് ഡബിൾ കോട്ട്സ് സ്പേസ് മില്യൺ ഡബിൾ കോട്ട്സ്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ D2 എന്ന സെല്ല് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി മാറി. 83,014 മില്യൺ. ഈ ഫോമാറ്റ് താഴത്തെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് ഫോമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുക. നമ്മളിവിടെ ഉപയോഗിച്ച കോഡുകൾ ഈ കാണുന്ന സെല്ലുകളിലേക്ക് ഞാൻ കോപ്പി ചെയ്യാണ്. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്, കോപ്പി, എക്സലിലെ കസ്റ്റം നമ്പർ ഫോമാറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നും വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.